സത്യത്തിൽ മാത്തുക്കുട്ടി വന്നതിന് ശേഷം ഒരു പക്ഷേ എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഫാമിലിയാണ് മാത്തുക്കുട്ടിയോട് കടപ്പെട്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴാണ് മാത്തുക്കുട്ടി വന്നതിന് ശേഷമാണ് നമ്മുടെ ഇതിനകത്തൊരു ഓർഡർ ഉണ്ടായതും വീട്ടിലേക്ക് പൈസ വരാൻ തുടങ്ങിയതും. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ വൈഫും എൻ്റെ മക്കളും കൂടുതൽ മാത്തുക്കുട്ടിയോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്കിതിൽ മനസ്സിലായത് നമ്മളെ ഉള്ളിൽ നന്മയും ജീവിതത്തിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ വരാനുള്ളത് വഴി തങ്ങൂല. അത് നമ്മളെ കൂടെ വേറൊരു മാർഗത്തിൽ കൂടിയിട്ട് നമ്മളെ പക്ക പ്രൊഫഷണലാക്കി തരും. പക്ഷെ പേയ്മെന്റ് ചോദിച്ചതിന്റെ പേരിൽ ആർക്കും സങ്കടം ഉണ്ടായെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ബോധേഡായിരുന്നില്ല. പിന്നെ ഞാൻ ചില പേയ്മെന്റുകൾ കിട്ടാനുണ്ടെങ്കിൽ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് പിന്നെ അവർ തരുന്നില്ലെങ്കിൽ ഞാൻ നിർത്തും. പിന്നെ ആരെങ്കിലും ഇപ്പം ചിലപ്പോൾ ചോദിക്കും, ചേട്ടാ പൈസ ഇല്ലല്ലോ, അപ്പോൾ ദിവ്യ ചോദിക്കും ഒന്ന് വിളിച്ചു നോക്കാവരെ, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കും. അതും തന്നില്ലെങ്കിൽ പിന്നെ ഞാനങ്ങ് വിടും. അങ്ങനെ ആയിരുന്നു എൻ്റെ. നിങ്ങളെന്ന കലാകാരന് പണത്തേക്കാൾ അപ്പുറത്താണ്. പിന്നെ അത് ലൈഫിലൊരു ഭാഗ്യമായി നമുക്കൊരു തിരിച്ചറിവ് തന്ന് നമ്മളെ റൂട്ടാക്കി അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയത്. അതെ അതെ, ഈ സത്യത്തിൽ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ചില കൂട്ടുകാരുണ്ട്. GC ഇവിടെ ഉള്ളത് തന്നെ, ട്രാവൽ ഫീൽഡിൽ ഉള്ളത് തന്നെ നമ്മുടെ റാഷിദ് അബ്ബാസ്, റാഷി എന്നാണ് പേര്, ഏറ്റവും അടുത്ത ചങ്കാണ്. അതുപോലെ ഇല്യാസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റീരിയർ ഡിസൈനറുണ്ട്, ഇല്യാസ്. അങ്ങനെ ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം മാറുമെന്ന് പറയുന്ന പോലെ ഇങ്ങനെ കുറേ കൂട്ടുകാർ നമ്മുടെ മാത്തു, പിന്നെ രാജമൂർത്തി എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥൻ തന്നെ ഉണ്ട്. എൻ്റെ പണ്ടോട്ടേ ഉള്ള ഫ്രണ്ടാണ്. എന്തും തുറന്നു പറയാവുന്ന, എന്ത് പോക്കർത്തരവും പറയാവുന്ന അടിപൊളി പാർട്ണർ എന്ന് പറയുന്ന പോലത്തെ രാജമൂർത്തി ഉണ്ട്. അങ്ങനെ കുറേ കൂട്ടുകാരാണ് സത്യത്തിൽ എൻ്റെ ഒരു ലൈഫിൽ മാറ്റം വരുത്തിയിട്ടുള്ള ആൾക്കാർ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ 2025 ആകുമ്പോൾ ലൈഫ് സ്റ്റൈലൊക്കെ ഒരുപാട് മാറി, ബന്ധങ്ങളൊക്കെ ഒരുപാട് പല രീതിയിലേക്ക് മാറി, ചിന്താഗതി മാറി, ഫ്രണ്ട്ഷിപ്പിന് വിലയില്ലാണ്ടായി. ഈ സമയത്ത് സുഹൃത്ത് ബന്ധത്തിന് ഇത്രത്തോളം വാല്യൂ കൊടുത്തിട്ട് പേരടക്കം എടുത്ത് പറയുമ്പം അത് നമ്മുടെ ഇപ്പം ഇന്നലെ രാത്രി പ്രോഗ്രാം കഴിഞ്ഞു, ഞാൻ ഉറങ്ങിയാൽ ഉറങ്ങിപ്പോവും. ഈ ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റൂല, നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റൂല, അപ്പം ഞാൻ ഉറങ്ങിയില്ല. അപ്പോൾ കട്ട ചങ്കളുണ്ട് നൗഫിയും സാബുചേട്ടനും. നൗഫി സാബുചേട്ടനും എൻ്റെ പ്രോഗ്രാം സ്ഥലത്ത് വന്ന് ഒരു 1.5 മണിക്കൂർ കാത്തിരുന്ന്, അവർക്ക് പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളുള്ളതാണ്, അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, സാബുചേട്ടന് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. സാബുചേട്ടനും നൗഫിയും കൂടെ പാതിരാത്രി എന്നെ കാത്തിരുന്നു. ഞാൻ വന്നതിന് ശേഷം എനിക്ക് 1-2 പേർക്ക് ഗുളികയൊക്കെ കൊടുക്കാം. എൻ്റെ ജ്യോതിയേട്ടൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട് ഒറ്റപ്പാലത്ത്, ജ്യോതിയേട്ടൻ്റെ മോൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അവൻ വന്നിട്ട് ഇവിടെ നടുവേദന വന്നു. അപ്പോൾ അവനുള്ള ഗുളിക എൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ലൈസൻസ്, അവനിവിടെ ലൈസൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ അവൻ്റെ നാട്ടിലെ ലൈസൻസ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ നാട്ടിലെ ലൈസൻസും ഇല്ലാതെയാണ് അവൻ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഇവന് ഇത് കൊടുക്കണം, പിന്നെ എൻ്റെ 1-2 വാച്ച് സർവീസിന് കൊടുക്കാനുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ നൗഫിയും സാബുചേട്ടനും കൂടെ ചുമ്മാ എൻ്റെ കൂടെ എത്രയെങ്കിലും കിലോമീറ്റർ, ഇന്നലെ സൗദി അറേബ്യ, ഇന്നലെ റിയാദ് മുഴുവൻ അവരാണ് എന്നെ കൊണ്ടുപോയത്. ഇന്നലെ അത് കഴിഞ്ഞ് അവർ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വിട്ടു. ഉറങ്ങിയില്ല, കുറച്ച് നേരം ഞാനൊന്ന് കിടന്നു, ഫോണൊക്കെ നോക്കി. അത് കഴിഞ്ഞ് വീണ്ടും അവരുണർന്നു. നമ്മൾ മാമാനൂറിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് ഉറങ്ങിപ്പോയോ എന്ന് കൂടെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഉറങ്ങാൻ ചാൻസ്. എന്നിട്ട് ബ്രോ എത്തിയോ എന്ന് ചോദിച്ച് ഇന്ന് രാവിലെ മെസ്സേജും, ഞാനിവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് ബ്രോ എത്തിയോ എന്നൊക്കെ ചോദിച്ച് 2-3 ചോദ്യചിഹ്നമൊക്കെ ഇട്ടേക്കുന്നു. ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വിളിക്കുന്ന ഖാലിദ് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. പുള്ളി പണ്ട് തൊട്ടേ ഉള്ള, എൻ്റെ കുക്കറി ഷോയുടെ കാലം തൊട്ടേ ഉള്ള ആരാധകനാണ്. എൻ്റെ കുക്കറി ഷോയിൽ ഖാലിദക്കയുടെ വൈഫ് വന്നിട്ടുണ്ട്, ഷംസീറ. ഖാലിദക്കയുടെ ഉമ്മ വന്നിട്ടുണ്ട്. തലശ്ശേരി ബിരിയാണി നമുക്ക് കുക്കറി ഷോയിൽ ഉണ്ടാക്കി തരുന്ന ഖാലിദക്കയുടെ ഉമ്മയാണ്. ഈ ഖാലിദക്കയാണ് എപ്പോഴും എന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് കൊണ്ട് കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് ഓരോ രാജ്യങ്ങളിലും എനിക്ക് ഓരോ ആൾക്കാർ. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ എന്താ പറയുക, നെഞ്ചിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം കാത്തു സൂക്ഷിക്കുന്ന ഈ പ്രിയപ്പെട്ട സുഹൃത്ത് അവർക്ക് എത്രത്തോളം വലിയതാണെന്നുള്ളത് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പുതിയ സുഹൃത്തുക്കൾ സ്വീകരിക്കും.